കപ്പ പുഴുങ്ങാനാമ പുഴുങ്ങോളെ വൈകുന്നേരം ചായക്ക്. പാൽക്കപ്പയൊക്കെയാലോ നമുക്ക് ആക്കാനൊന്നും അറിയില്ല, ശരിക്കും അറിയില്ല. എനിക്കറിയില്ല പാൽക്കപ്പയൊക്കെ. ഞാൻ നോക്കട്ടെ എന്നാല്. കൊളായ ചീത്ത അറിയാ? ഇല്ല. എന്തിനു കപ്പ പോയിന്ന് അറിയോ? ഞാൻ പറയില്ല. വെറുതെ പരീക്ഷിച്ച് നോക്കട്ടെ എന്നാല്. പോയാ പാൽക്കപ്പലെല്ലാരും ആക്കുന്ന പറയുന്നേക്കാം. എന്നാലും എങ്ങനെയാലും തിന്നാലോ, കപ്പേന്നല്ലേ. നീ ആക്കിക്കോ, ഞാനൊക്കെ സംഘത്തിന് വേണം. നമുക്ക് വേണോ? ഞാനാക്കാം. ആവുന്നോലെ ആക്കൂല, ഞാൻ ഇത്ര വരെ ആക്കിയിട്ടാ. പരീക്ഷണം വിജയിക്കോ നോക്കട്ടെ. എന്നാ ഞാൻ നോക്കാം. അമ്മ പോയിക്കോ. തിന്നാനാക്കി തരേ പാൽക്കപ്പ. വേഗം പറഞ്ഞു കേട്ടാ. ഇന്ന് അമ്മ നട്ടുണ്ടാക്കിയ കപ്പയാണ് കേട്ടാ. നല്ല രസൂല കപ്പ. ചൂളിയെല്ലാം വൃത്തി കളയാൻ കിട്ടുന്നല്ല മീസേ. കുടുംബശ്രീക്ക് പോകാൻ വേണ്ടി ചെയ്യാൻ പോയേ. പാൽക്കപ്പ എന്താവും അറിയില്ല അല്ല മീസേ. സംഘത്തിനല്ലോ. സംഘവും കുടുംബശ്രീ എല്ലാം ഇന്നുണ്ട്. ഒരിക്കെല്ലാം ഒന്നിച്ചാണ്. നമുക്ക് പരീക്ഷിച്ചോക്കാം പാൽക്കപ്പയാവുമെന്ന്. കൊളായിനെങ്കിലും മിണ്ടാണ്ടിരിക്കാം കേട്ടാ. കണ്ടറിയാം പാൽക്കപ്പ. ചെറുതായി കൊത്തിയിടാം. വേഗം വെകുന്നേ പതക്കുമ്പോൾ. അപ്പോൾ കപ്പ നന്നായി കഴുകിയിട്ടുണ്ടേ. ഇനി നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. പാൽക്കപ്പ എങ്ങനെയാന്ന് നോക്കാം അല്ലേ മീൻ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കേ. ആവശ്യത്തിന് വെള്ളം. മതിയല്ലേ. ഇനി നമുക്ക് അടുപ്പിലേക്ക് വെക്കാം. നമുക്ക് കപ്പ അടുപ്പത്ത് വെക്കേ. അടുപ്പെല്ലാം കത്തിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കപ്പ വേകുമ്പോഴേക്ക് നമുക്കെല്ലാം റെഡിയാക്കാം. അപ്പോൾ അങ്ങനെ നോക്കാം. കപ്പ നമുക്ക് വെന്തിനോ നോക്കേ. വേഗം വെകുന്ന കപ്പ കൊള്ളുന്നു. കപ്പ നല്ലോണം വെന്തല്ല മീ. എന്താ നല്ലോണം വെന്തല്ലേ. നമുക്ക് വെള്ളം ഊറ്റാം. അമ്മയാ വീഡിയോ പിടിച്ചിരുന്നു കേട്ടോ. നമുക്ക് കപ്പ ഊറ്റാം കേട്ടോ. നല്ലോണം വെന്ത് നല്ല ചൂടുണ്ട്. പരീക്ഷണമാണ് കേട്ടോ. പാൽക്കപ്പ ഇത്ര വരെ ഞാൻ ആക്കിയിട്ടില്ല, കേട്ടിട്ടുണ്ട്. നമുക്കെന്നാ ചെയ്ത് നോക്കാം. അപ്പോൾ കപ്പ നമുക്ക് നല്ലോണം ഉടച്ചു കൊടുക്കേ. നല്ലോണം വെന്തിന്. നല്ല കപ്പയാണ്. ഉപ്പ് കുറവാണെങ്കിലേ നല്ലോണം അടച്ചിട്ട്. അയ്യോ, കയ്യിൻ്റെ ഇതഴിഞ്ഞു പോയി. മീസ് ഞാൻ പണിയെടുക്കുന്നതിൻ്റെ ഇടക്കെടുക്കുന്ന പണി കണ്ട. കറിവേപ്പില എടുത്തിട്ട് അമ്മിക്കല്ലിൽ അരക്കുന്നു. പഠിച്ചോ നല്ലതന്നെ. നീ എന്നാ കപ്പ ആക്ക്. പണിയെടുക്കാൻ ഇഷ്ടമല്ലേ, ആക്കോ. എന്നാ ഇതാക്ക്, കപ്പയിൽ വറുത്തിട്. കടുകാ? എന്നാ നീ അതവിടെ മതിയാക്ക്. ഇട്ട് വാ. ചിരട്ടക്കയിൽ ഇന്ന് ഇളകിപ്പോയി. കപ്പ നല്ല ഇളക്കുമ്പം ഇനി നമുക്ക് വേണ്ട. പോട്ടെ, അമ്മമ്മ വന്നിട്ട് ഇടാൻ പറയാം. എടുക്കട്ടല്ല മീസേ. തേങ്ങാപ്പാൽ ആക്കി വെച്ചിട്ടുണ്ട്. എല്ലാ പാലും കൂടെ ഒന്നിച്ചാക്കി നമുക്ക് കപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാൽക്കപ്പ അങ്ങനെയാണെന്ന് പരീക്ഷിക്കണ്ടല്ലേ. ഇത് നന്നായി ഇളക്കി കൊടുക്കുക.
ചിരട്ടക്കയിൽ അതിൻ്റെ കണ ഇളകിപ്പോയി. വിസ് പാൽക്കപ്പം വന്നോ? ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി ചതച്ചത്, ചെറിയ ഉള്ളി ചതച്ചത്, ഇതാ പച്ചമുളക്, കാന്താരി ഉണ്ടെങ്കിൽ കാന്താരിയുടെ, പച്ചമുളകും ചതച്ചത്, കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി നമുക്ക് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണേ. അതിൽ കുറച്ച് ഉപ്പ് കുറവാണ്. ആവശ്യത്തിന് ഉപ്പിട്ടിച്ച് നന്നായി പതക്കട്ടെ. ഇതൊന്നും പറയാം എന്തുണ്ട് ടേസ്റ്റ് അല്ല മീയ. അമ്മമ്മ വരുമ്പോക്ക് പാൽക്കപ്പയാക്കി കൊടുക്കാം. എൻ്റെ അഭിപ്രായം എന്നറിയാലോ. കപ്പ നല്ലോണം പതച്ച് വരുന്നുണ്ടേ. കണ്ട തണിയുമ്പം ഒന്നും കൂടെ നല്ല കട്ടിയാവും. കപ്പ നല്ലോണം പതച്ചേ. നമുക്കിതിലേക്ക് വറുത്തിടാം. കണ്ട കാണാൻ നല്ല പായസം പോലെ അല്ലേ, കപ്പ പായസം എന്ന് പറയും. നമുക്കിതിലേക്ക് വറുത്തിട്ട് കൊടുക്കാം. ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതാണ് ചൂടാവട്ടെ. കൈ പൊള്ളി നല്ലോണം പറ്റി. അമ്മ ഇത് കടുവും പാത്രത്തിൽ പപ്പടെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. മോശമാവില്ലേ? മോശമൊന്നും ആവില്ല. കുപ്പിയിലിട്ട് വെക്കുന്നതിനൊന്നും. കടുക് ഇട്ട് കൊടുക്കേ. കടുക് പൊട്ടുമ്പോൾ അതിലേക്ക് ഉള്ളിയും കറിവേപ്പിലയും വാട്ടുപറങ്കില്ലേ, വറ്റൽ മുളക് പറയുന്നത്. നമ്മുടെ നാട്ടിൽ വാട്ടുപറങ്കിന്ന് പറയുന്നത്. കടുകില് വാട്ടിറങ്ങിട്ടൊക്കെ ഇല്ലേ? ആ അത് ഇട്ട് വെക്കുന്നുണ്ട് അമ്മമ്മയല്ലേ. മറ്റേ കുപ്പിയിൽ പൈസ ഇട്ട് വെക്കും. കടുക് നല്ലോണം പൊട്ടുന്നുണ്ടേ. ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളിയും കറിവേപ്പിലും കൈക്കേക്ക് അരിക്കുന്നു. എടുക്കാം. കയ്യിൽ പൊട്ടിയ കയ്യിലിൻ്റെ കണിയാണ്. ഉള്ളിയും കടുകും കറിവേപ്പിലും വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. ഉണ്ടാ പാൽക്കപ്പ ആവോ നോക്കാല്ലേ മീൻ. അമ്മ ആദ്യമായിട്ടാക്കുന്നു. ഞാൻ ആദ്യമായിട്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ട് അമ്മമ്മയോട്. അമ്മമ്മ പറഞ്ഞു കൊളായ പ്രശ്നമില്ല. അപ്പം എല്ലാം ആയിട്ടുണ്ടേ. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല മണമുണ്ടല്ലോ മീസ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചട്ടിയിൽ വെച്ചാൽ പിന്നെ വേറെ തന്നെ ടേസ്റ്റാണ്. നല്ല ചിക്കൻ കറിയെല്ലാം വേണം. ഇന്നേതായാലും നമുക്ക് ചിക്കൻ കറിയില്ല, നല്ല മീൻ കറി ആക്കിയിട്ടേ നല്ല മീൻ. ചക്ക പോലെ ഉണ്ടല്ലേ. ചക്കയാ അടിപൊളി കപ്പയായില്ലേ പാൽക്കപ്പ. ഇതാണ് നമ്മുടെ പാൽക്കപ്പ. ടേസ്റ്റ് ഉണ്ടോ കലാമീ? അപ്പോൾ നമ്മളെ പാൽക്കപ്പ റെഡിയായി. ഇനി നമുക്ക് നല്ല ഇല വെച്ചിട്ട് അതിലേക്ക് വിളമ്പി വെക്കാം.
എന്താ മണാമി അല്ലേ? സൂപ്പർ. അപ്പോൾ നമ്മളെ പാൽക്കപ്പ റെഡിയായി. അമീസ് വിശക്കുന്ന പറഞ്ഞിട്ട് പാൽക്കപ്പയൊന്നും വേണ്ട പറഞ്ഞ ആളാണ്. ടേസ്റ്റ് നോക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണല്ലോ. ടേസ്റ്റ് ഇല്ല അമ്മയെ? ഇഷ്ടമായിനാ? കറിയൊന്നും വേണ്ട അല്ലേ ഇനി? അപ്പം അമ്മ ആക്കിയത് വിജയിച്ചിനി അല്ലേ? അവിടെ ഇഷ്ടമല്ലേ? അമ്മമ്മ വന്നാടും കൊടുക്കാം. ഇഷ്ടമാ? കപ്പിയാക്കി നമ്മളെ അമ്മ കുടുംബശ്രീയെല്ലാം കഴിഞ്ഞ് വന്ന് കപ്പിയായി. അമ്മയ്ക്ക് ഇഷ്ടമായി. കൊടുത്തോളെ നോക്കണ്ട്. അമീസ് അമ്മമ്മക്ക് കപ്പ കൊണ്ട് കൊടുത്തേ. ടേസ്റ്റ് ഉണ്ടോക്കെ? അടി ഇരിക്ക്, ഇരുന്ന് നിന്ന്. ടേസ്റ്റ് നോക്കിയിട്ട് പറ. കൊളാവെന്ന് പറഞ്ഞല്ലേ? ടേസ്റ്റ് ഉണ്ടാ? സൂപ്പർ. ഇത്ര ഇങ്ങനത്തെ കപ്പ വന്നിട്ടല്ല? ആ നടക്കി ഇങ്ങനെല്ലാം ആക്കി തിന്നണം. വെറൈറ്റി പരീക്ഷിക്കണം. ഞാനിങ്ങനെ നാളാക്കല്. ഞാൻ ആദ്യമായിട്ട് ആക്കുന്നതാണ്. അമ്മയ്ക്ക് ഇഷ്ടമായി. പൂച്ച കുഞ്ഞിക്കൊര എൻ്റെ പാൽക്കപ്പ നല്ലോണം ഇഷ്ടമായി അല്ല അമ്മേ? നല്ല ടേസ്റ്റ്. എന്താ നോക്കിയേ, പൂച്ചെല്ലാം കപ്പ തിന്നോ? മീനും ഇറച്ചിയല്ലാണ്ട് എന്താ കഥ? അപ്പം എൻ്റെ പാൽക്കപ്പൊക്കെ അത്രയും ടേസ്റ്റ് ഉണ്ടെന്നല്ലേ അർത്ഥം? നല്ല ടേസ്റ്റ്. ഇവരെനക്കൊരു സാധനം തിന്നോക്കി ടേസ്റ്റ് നോക്കുവാൻ തിന്നു. അവര് ടേസ്റ്റ് അത് നോക്കിയാലേ പറയുമായിരുന്നു. നല്ല മണോടില്ല. നല്ല മണ്ണോട് കൊടുത്തത് താങ്ങനേത് തളങ്ങയൊന്നല്ല. എന്നായിരിക്കും ടേസ്റ്റ് ഉണ്ടാ? ഒരു സ്പൂൺ വയറിലോണ്ട് എടുക്കുക. ചെറിയാന്ന് ടേസ്റ്റ് ഉണ്ടാ? നല്ല ടേസ്റ്റ് ഉണ്ട്. അതാണ് സാധനം. അതൊക്കെ മനസ്സിലായിട്ടാ പാൽക്കപ്പ. ഓ ഇപ്പഴത്തെ കപ്പ. അല്ല, പാൽക്കപ്പ ഉണ്ടാക്കുന്നത് അങ്ങനെ. ഓ അങ്ങനെ ആക്കുന്നതാണ്. ആ കപ്പയല്ല സാധനം. കപ്പ തന്നെ. കപ്പ പാൽക്കപ്പ ഏറ്റെടുക്കും. പാൽ വെച്ചിട്ട് പാൽ ഒഴിച്ച്, തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട്. ടേസ്റ്റ് ഇല്ലേ? അതിൽ ഞാനിവിടെ കൊണ്ടുവന്നേ